ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് നാട്ടിലെത്തിരിക്കുകയാണ് കേട്ടോ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ദിവസം ഫസ്റ്റ് പരിപാടി ബീച്ചായിരിക്കും കേട്ടോ. അവിടെ ചെന്നാ പിന്നെ പറയണ്ടല്ലോ, മണ്ണി കിടന്ന് മറിയല്, ഓട്ടം ചാട്ടം, കടലിൽ കുളിക്കല്. ചുരുക്കി പറഞ്ഞ ഒന്നും ഇരിക്കാൻ സമയം കിട്ടില്ല. അത് തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കല് അത് വേറെ. സോ ഇത്രയും നേരത്തെ തന്നെ നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് മറിയാനുള്ള എനർജി വേണ്ടേ? വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങണത്. അത് പിന്നെ ബീച്ചിലേക്ക് വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മളൊന്നും കഴിക്കില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരേ മുട്ട ബജിയും പിന്നെ നമ്മുടെ മുളക് ബജിയും ഒക്കെ കഴിച്ച് ചൂടോടെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങും. ഈ ബജിയും ചായയൊക്കെ കഴിക്കാണ്ട് നമുക്ക് ആ ഒരു വൈബ് അങ്ങോട്ട് കിട്ടില്ല. അതാണ്. അപ്പൊ രാവിലെ ബജിക്കട ഉണ്ടാവോ എന്ന ഡൗട്ടൊന്നും അടിക്കണ്ട. ശരി ഞായറും എന്തായാലും ഉണ്ടാവും. വീക്ക് ഡേയ്സ് അത്ര ഉറപ്പില്ല കേട്ടോ, കാരണം ഞങ്ങൾ വീക്ക് ഡേയ്സിൽ അങ്ങനെ വന്നിട്ടില്ല. അനുഷ്കക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയോ കടലിൽ കുളിക്കണത്? ബീച്ചിലേക്ക് വരണം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര പ്ലാനിങ്ങിലാണ് ആള്. ബീച്ച് ടോയ്സ് എടുക്കണം, സ്വിമ്മിംഗ് സ്യൂട്ട് എടുക്കണം, ഗോഗിൾസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റി പിടിച്ചു. സ്വിമ്മിംഗ് സ്യൂട്ടും ഗോഗിൾസും ഒന്നും എടുത്തില്ല. പകരം ഇങ്ങനെയാണ് ഡ്രസ്സിങ്. എങ്ങനെയുണ്ട്? ഓ, ഒരു പരിഷ്കാരി. കുറച്ചു നേരം ഞങ്ങളുടെ കുളിയെ കണ്ടതിന് ശേഷം അമ്മച്ചി പറഞ്ഞു, ശരി മക്കളെ നിങ്ങളിവിടെ കുളിക്ക്, ഞാൻ ഒന്ന് നടന്നിട്ട് വരാം. എന്നാ അമ്മച്ചി അങ്ങനെ പോവല്ലേ, അമ്മച്ചി ഇവിടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കുളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി പറയും, ഡോണ്ടു അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ ഞങ്ങള് അമ്മച്ചി തിരിച്ചു വന്നവരെ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറ സ്ഥലത്തേക്ക് നടന്നപ്പോഴേക്കും അവിടെ കുറച്ച് ചേട്ടന്മാർ ഇതേപോലെ വലയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മളെ അടുത്ത് നോക്കിയപ്പോഴും അത് നോക്കിയേ, മീനും ഞണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അനുഷ്കത കണ്ടപ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ്. ഓ ലൈഫ് ഫിഷ് ക്രാബ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ട് അക്കടത്തിലാക്കാന്നായിരുന്നു കേട്ടോ അനുഷ്കയുടെ പ്ലാൻ. കുറച്ചു നേരം ആലോചിച്ചിട്ട് അനു തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവരൊക്കെ തിരിച്ച് കടലിലേക്ക് തന്നെ വിടാം, പാവമല്ലേ എന്ന്. അങ്ങനെ നമ്മുടെ കൈ കിട്ടിയ ഫിഷിനെ തിരിച്ച് കടലിലേക്ക് വിടാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ കഥാനായകൻ വിജയകരമായി ആ ഒരു കാര്യം നിർവഹിച്ചിരിക്കുന്നു ഗൈസ്. ഇത് കഴിഞ്ഞില്ലേ? ദേ അടുത്തത് വരുന്നേ. അതെ ഗൈസ്, നമുക്ക് ഇനിയും കാര്യങ്ങൾ കാണിച്ചു തരാനും പറയാനും ഉണ്ട്. അപ്പൊ ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.